ഇന്ന് ജയിൽ ഉപദേശക സമിതിയുടെ അംഗം കൂടിയായ പി ജയരാജൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അവർക്ക് ഈ കുതിരവട്ടത്തേക്കുള്ള ദൂരം എത്രയാണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. മാത്രമല്ല കെ സുരേന്ദ്രൻ എന്തോ BJP സംസ്ഥാന അധ്യക്ഷത്തിൽ നിന്ന് മാറിയതിന്റെ മാനസിക പ്രശ്നമാണെന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ 5 വർഷം ഇരുന്നു. അദ്ദേഹത്തിന് അതിന് സാധിച്ചിട്ടുണ്ട്. ശ്രീ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തേക്ക് സംഘടനാപരമായി ഒന്ന് നോക്കാൻ പോലും പിണറായി വിജയൻ അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക പ്രശ്നം വളരെ കൂടുതലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുതിരവട്ടത്തെ സർവീസിനെ കുറിച്ചിട്ട് കൂടുതൽ ധാരണയുള്ളത് എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം പറഞ്ഞിട്ട് ആ സംഭവത്തിൽ നിന്ന് ചർച്ച മുഴുവൻ അദ്ദേഹത്തിന്റെ ആ ട്രോളിലേക്ക് തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറെ നാളായിട്ടുള്ള ശൈലിയാണ്. ഈ ഒരു കൈ മാത്രമുള്ള ഒരാൾ 20 അടി ഉയരമുള്ള മതിൽ എങ്ങനെ ചാടിക്കടന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്, പരസഹായം അല്ലാണ്ട്. ഇവിടെ പരസഹായം എന്നുള്ളതല്ലാന്നേ, കണ്ണൂർ ജയിലിൽ കുറെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരു റൂട്ട് വെട്ടിയിട്ട് പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ടാകും. തീർച്ചയായിട്ടും ഗോവിന്ദച്ചാമി അത് വളരെ കാലമായിട്ട് അത് സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ആ ലൂപ്പ് ഹോളിനെ അയാൾ മുതലെടുത്തിരിക്കുന്നതാകും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ പണ്ട് ഗ്രാമങ്ങളിൽ പറയുമല്ലോ ചില പോക്ക് വരവുകളുണ്ടെന്ന്, എന്താ മറ്റേ മാടന്റെ മറുതയുടെ ഒക്കെ പോക്ക് വരവെന്നാണ്. അതുപോലെ ഈ കണ്ണൂർ ജയിലിൽ നിന്ന് ചില മാടനും മറുതയൊക്കെ പുറത്തു പോയിട്ട് തിരിച്ചകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇതുവഴി ചെയ്തു കൊടുത്തിരിക്കുന്നതാണോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് വലുതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. സമാധാനമായ